Hi dear students, welcome to our new accounting class. From the last class, we learned about the double entry system and the rule for recording transactions based on double entry system. Double entry system means it's a system of accounting under which the transactions are recorded on the basis of their two aspects. What are the two aspects? One receiving aspect and one giving aspect. For each and every transaction, there are two aspects, receiving aspect and giving aspect. The receiving aspect is known as debit and the giving aspect is known as credit. And after that, we learned about the rule for recording transactions in the books of accounts, that is on the basis of different types of ledger accounts. What are the different types of ledger accounts? Real account, nominal account and personal accounts. Real account include asset, liability and capital, and the nominal account include expenses and incomes, and the personal account include debtors and creditors. So in today's section we are going to learn about the first function of accounting, that is recording of the transactions, and we are doing this recording process on the basis of the double entry system, on the basis of the double entry rule. So let's start. So accounting in the first function എന്ന് പറഞ്ഞാൽ ബുക്സിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന് പറയുന്ന പേരാണ് ജേണൽ. ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ. So let's see what the meaning of journal. Journal means it is the book of original entry in which the transactions are recorded in the order in which they occur. So it is a book of original entry. The transactions നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ അത് പറഞ്ഞതാണ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് റിസൾട്ട് കണ്ടെത്തുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ്. അപ്പോൾ ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേര് ജേണൽ. ആദ്യമായിട്ട് നമ്മൾ ജേണലിലാണ് ട്രാൻസാക്ഷൻസ് ബുക്ക് റെക്കോർഡ് ചെയ്യുന്നത്, ക്രോണോളജിക്കൽ ഓർഡറിൽ. അതുകൊണ്ട് തന്നെ ഈ ജേണലിൻ്റെ പേരാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഈ ഒറിജിനൽ എൻട്രി, ഈ ജേണൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻ്റെ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാക്കി അക്കൗണ്ട് പ്രിപ്പറേഷനും പിന്നെ ബിസിനസ്സിൻ്റെ റിസൾട്ടായ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ജേണൽ ഈസ് നോൺ ആസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബുക്ക് ഓഫ് കണ്ടെയ്നിങ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒറിജിനലി എൻറ്റേർഡ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. ഓൾറെഡി പറഞ്ഞായിരുന്നു, ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഡേറ്റ് വൈസ്. ഇപ്പോൾ ഒരു മാസം നമ്മൾ എടുക്കുന്നു, 1-ാം തീയതി തൊട്ട് നമ്മൾ ആ ഡേറ്റ് വൈസിലാണ് ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ എ ജേണൽ ഈസ് ടേംഡ് ആസ് ജേണലൈസിംഗ് ആൻഡ് ദ ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദ ജേണൽ ആർ കോൾഡ് ജേണൽ എൻട്രീസ്. നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേര് ജേണലൈസേഷൻ എന്നാണ്, അല്ലെങ്കിൽ ജേണലൈസിംഗ് എന്നാണ്. ഇനി ട്രാൻസാക്ഷൻസ് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു. അതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ചുമ്മാ എഴുതി വെക്കുകയൊന്നുമല്ല, ഒരു ജേണൽ എൻട്രി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള ഡെബിറ്റും ക്രെഡിറ്റും അനുസരിച്ച് ജേണൽ എൻട്രി നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ ജേണൽ എൻട്രി ആയിട്ടാണ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. സോ ജേണൽ മീൻസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്ക് ഓഫ് ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിംഗ് and the transactions recorded in journal is known as journal entries. So ഇതാണ് നമ്മുടെ ജേണലിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ജേണലിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ്, ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ പേരാണ് പിന്നെ എഴുതേണ്ടത്. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ്, പിന്നെ കമ്പനിയുടെ പേര്. ഇപ്പോൾ ABC ലിമിറ്റഡ് ആണെങ്കിൽ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ABC ലിമിറ്റഡ്. പിന്നെ ഫോർമാറ്റ് ക്രോണോളജിക്കൽ ഓർഡറിലാന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഫസ്റ്റ് കോളം ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ്റെ 2 ആസ്പെക്റ്റ് കണ്ടെത്തി, ഡെബിറ്റും ക്രെഡിറ്റും കണ്ടെത്തി അതിനെ നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് നമ്മൾ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കോളം ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞാൽ അടുത്ത ഫംഗ്ഷൻ, അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്താണ്?
റെക്കോർഡിങ് കഴിഞ്ഞാൽ ക്ലാസിഫൈങ് അല്ലേ. ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിന് നമ്മൾ സിമിലർ നേച്ചറിലുള്ളതിനെ ക്ലാസിഫൈ ചെയ്യും, ഡിഫറെൻറ്റ് അക്കൗണ്ട്സിലേക്ക് ക്ലാസിഫൈ ചെയ്യും. അക്കൗണ്ടുകൾക്ക് പറയുന്ന പേരാണ് ലെഡ്ജർ. അപ്പോൾ ഈ ജേണലിൽ നിന്നും ഒരു ട്രാൻസാക്ഷൻ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ലെഡ്ജറിൻ്റെ നമ്പർ, ആ നമ്പറാണ് ഇവിടെ ലെഡ്ജർ ഫോളിയോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ പ്രസക്തമല്ല, ലെഡ്ജറിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ നമ്പർ അവിടെ വരുള്ളൂ. ദെൻ ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഇപ്പോൾ രണ്ട് ആസ്പെക്റ്റ് ഏതൊക്കെയാണ്? ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റ് ആസ്പെക്റ്റിൻ്റെ എമൗണ്ട് ഡെബിറ്റിൻ്റെ കോളത്തിൽ, ക്രെഡിറ്റ് ആസ്പെക്റ്റിൻ്റെ എമൗണ്ട് ക്രെഡിറ്റിൻ്റെ കോളത്തിൽ. അപ്പോൾ ഇതാണ് ജേണൽ എൻട്രിയുടെ ഒരു ഫോർമാറ്റ്. ക്രോണോളജിക്കൽ ഓർഡറിൽ ഡേറ്റ് ആദ്യം, ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ജേണൽ എൻട്രി, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റിൻ്റെ കോളത്തിൽ എമൗണ്ട്, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റിൻ്റെ കോളത്തിൽ എമൗണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൂള് പഠിച്ചായിരുന്നു. ഇനി ആ റൂൾ അടിസ്ഥാനത്തിൽ നമുക്ക് സാധാരണ കോമൺ ഒരു ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് നോക്കാം. ആ ട്രാൻസാക്ഷനിൽ നിന്ന് എങ്ങനെ അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാം, അങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ച് ജേണലിൽ അത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും ബുക്ക് എടുക്കുക. സോ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓൺ 1st March 2003 Amin started business with ₹10,000. On 1st March 2003 Amin started business with ₹10,000. എന്താ പറഞ്ഞിരിക്കുന്നത്? മാർച്ച് 1-ാം തീയതി അമീൻ എന്നൊരു ഓൺടർപ്രണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹10,000. അപ്പം നമുക്കറിയാം അതിനകത്തെ ഒരു ആസ്പെക്റ്റ് അന്നേരം തന്നെ അവിടെ കിട്ടി. അമീൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് കൊണ്ടുവന്നു? ക്യാഷ് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ ഒരു ആസ്പെക്റ്റ് എന്താണ്? ക്യാഷ്. ഇനി നമ്മൾ ചിന്തിക്കണം, ക്യാഷ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച അക്കൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷനകത്തെ ഏത് അക്കൗണ്ടാണ്? റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ, പേഴ്സണൽ അക്കൗണ്ട് ആണോ? ക്യാഷ്. ക്യാഷ് എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റാണ് അല്ലേ. അസറ്റ് ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? റിയൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ് അസറ്റ്. അസറ്റ് റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ്, ക്യാഷ് ഒരു അസറ്റാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂള് നമ്മൾ ഓർക്കണം. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ അസറ്റ് ക്യാഷ്. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നോ പോയോ? ബിസിനസ് തുടങ്ങുവാണ്. അപ്പോൾ അമീൻ ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന അസറ്റ് വന്നു, ഡെബിറ്റ് ചെയ്തു. ക്യാഷിന് ഇവിടെ ഡെബിറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷനിലെ ഒരു ആസ്പെക്റ്റ് കണ്ടുപിടുത്തി, ഏതാണ്? ക്യാഷ്. ഇനി നമുക്കറിയാം ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ഫോർ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ there are two aspects and also where there is an debit there is an equal amount of credit. അപ്പോൾ ഇന്നത്തെ ക്രെഡിറ്റിന് കണ്ടുപിടിക്കണം. അമീൻ ബിസിനസ് തുടങ്ങിയതേ ഉള്ളൂ. നമുക്കറിയാം ഓണർ ബിസിനസ് തുടങ്ങുമ്പോൾ കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷന് പറയുന്ന പേരെന്താണ്? ക്യാപിറ്റൽ അല്ലേ. ഓണർ ബിസിനസ് തുടങ്ങുമ്പോൾ കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ. റിയൽ അക്കൗണ്ട് വരുന്നതാണ് അല്ലേ. ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിൽ എങ്ങനെയാണ്? ലൈബിലിറ്റിയാണ്. കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറിക്കകത്ത് പഠിച്ചതാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓർക്കുന്നുണ്ടോ? സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഓണറും ബിസിനസ്സും രണ്ടാണ്. ബിസിനസ് കൂട്ടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഓണർക്ക് ക്യാഷ് കൊടുക്കണം. അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ യൂസിന് വേണ്ടി ഓണർ എന്തെങ്കിലും ക്യാഷോ അസറ്റോ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാലും അത് ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്. ഇത് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ച് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലൈബിലിറ്റിയാണ്. അതുകൊണ്ട് ലൈബിലിറ്റിക്ക് എപ്പോഴും ഏത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കിട്ടി, ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ഒന്നും കൂടെ പറയാം. അമീൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹10,000 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ക്യാഷാണ് അല്ലേ. അപ്പോൾ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ക്യാഷാണ്. ക്യാഷ് ബിസിനസ്സിന് അസറ്റാണ്. അസറ്റ് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ വരുവാണ് ചെയ്തത്, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ ബിസിനസ് തുടങ്ങിയപ്പോൾ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻ ക്യാപിറ്റൽ നമുക്കൊരു എലമെൻ്റ് ആണ്. ക്യാപിറ്റൽ ലൈബിലിറ്റിയാണ്, അതുകൊണ്ട് ക്യാപിറ്റലിന് ക്രെഡിറ്റ്. ഓക്കെ. അതാണ് ഈ ട്രാൻസാക്ഷന് നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജേണലിൽ ഫസ്റ്റ് എന്തെഴുതണം? ഡേറ്റ് കോളത്തിൽ ഡേറ്റ്. എന്നാ ഡേറ്റ്? 1st March 2003. ഡെബിറ്റ്, ക്രെഡിറ്റ്, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ജേണൽ എൻട്രി ആണ് എഴുതുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ കണ്ടുപിടിച്ചു. ഏതിനായിരുന്നു ഡെബിറ്റ്? ക്യാഷ് ആണ് വന്നത്. സോ ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ലെഫ്റ്റ് സൈഡ് ചേർത്താണ് എഴുതേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഡെറ്റർ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ
റൈറ്റ് സൈഡ് ചേർത്ത് എഴുതണം ഡെറ്റർ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ആണ്. അപ്പോൾ ഡെബിറ്റിന്റെ കോളത്തിൽ എമൗണ്ട് എഴുതുക. എത്രയായിരുന്നു എമൗണ്ട്? 10,000. ജേണൽ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളം ഈക്വൽ സൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷിന് ഡെബിറ്റ് വന്നു. ഇനി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2. ഈ 2 എഴുതിയാലും എഴുതിയില്ലേലും കുഴപ്പമൊന്നുമില്ല. എഴുതിയാലും എഴുതിയില്ലേലും നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2 എന്ന് പറഞ്ഞാണ് ജേണൽ എൻട്രി പറയുന്നത്. എഴുതിയില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2 ഡെബിറ്റ് വന്നു. ഇനി ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണ്. ക്രെഡിറ്റ് ഏതിനാണ് നമ്മൾ പറഞ്ഞത്? ക്യാപിറ്റൽ അല്ലേ? ഇവിടെ ഓണറിന്റെ പേരെന്നാ? അമീൻ. സോ ഡെറ്റർ 2 അമീൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അക്കൗണ്ട് എഴുതാൻ മറന്നു പോയേക്കില്ല. അമീൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റിന്റെ കോളത്തിൽ 10,000. ഇങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നത്. ഇത്രയും ജേണൽ എൻട്രി ആയി. ഇനി ഈ ജേണൽ എൻട്രി ഓരോ ബുക്ക് എടുത്ത് നോക്കി കഴിയുമ്പോൾ, ജേണൽ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷൻ എന്തിനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ താഴെ കൊടുക്കും. അതിന് പറയുന്ന പേരാണ് നരേഷൻ. അപ്പോൾ ഇവിടെ നരേഷൻ എന്ത് വരും? ഈ എൻട്രി നമ്മൾ എന്തിനാ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അമീൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അത്ര എഴുതിയാൽ മതി. ഫസ്റ്റ് ഡേ കഴിഞ്ഞു, ക്ലോസ് ചെയ്യുക. പർട്ടിക്കുലേഴ്സ് കോളം മാത്രം ക്ലോസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ബിസിനസ് തുടങ്ങി, ക്യാഷ് കൊണ്ടുവന്നു. സപ്പോസ് ഈ ഓണർ ക്യാഷിൻ്റെ കൂടെ ഒരു ഫർണിച്ചറും കൂടെ കൊണ്ടുവന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ ഇങ്ങനെ പറയും, അമീൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 10,000 വിത്ത് ഫർണിച്ചർ 5,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അമീൻ ക്യാഷും കൊണ്ടുവന്നു, ഫർണിച്ചറും കൊണ്ടുവന്നു. ക്യാഷിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫർണിച്ചറും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഫർണിച്ചറും എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റാണ് അല്ലേ? അപ്പോൾ ഫർണിച്ചറും അസറ്റാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റോള് തന്നെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. രണ്ടും ക്യാപിറ്റൽ തന്നെയാണ്. ഇവിടെ ഒരു ഡെബിറ്റും കൂടെ വരും, ഫർണിച്ചറും കൂടെ വന്നേനെ. ഓക്കെ, രണ്ടാമത് ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓൺ 2nd March 2003 purchased furniture for cash ₹2,000. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ മേടിക്കുക അല്ലേ? എന്നാ മേടിച്ചത്? ഫർണിച്ചർ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ഫർണിച്ചർ എന്ന് പറയുന്നുണ്ട്. ഫർണിച്ചർ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? അസറ്റാണ്, ലൈബിലിറ്റിയാണ്, ക്യാപിറ്റലാണ്, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? അസറ്റാണ് അല്ലേ? ഇതൊരു ഫർണിച്ചർ വിൽക്കുന്ന കടയായിരുന്നു എങ്കിൽ അത് അവർക്ക് അസറ്റല്ല, അത് അവർക്ക് ഗുഡ്സ് ആണ്. അപ്പോൾ ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് എന്നേ പറയുള്ളൂ. ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫർണിച്ചർ വിൽക്കുന്ന കടയല്ല, ബിസിനസ്സിൻ്റെ ഒരു പെർമനൻറ്റ് യൂസിന് വേണ്ടി അവർ വാങ്ങിച്ച അസറ്റാണ് എന്ത്? ഫർണിച്ചർ. അപ്പോൾ നമുക്ക് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി. എന്താണ്? ഫർണിച്ചർ. ഫർണിച്ചർ ബിസിനസ്സിന് എന്താണ്? അസറ്റ്. അസറ്റ് ഏത് അക്കൗണ്ടാണ്? റിയൽ അക്കൗണ്ട്. റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ഫർണിച്ചർ വന്നോ പോയോ? വന്നു. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോൾ ഫർണിച്ചറിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റ് ഉണ്ട്. ഫർണിച്ചർ മേടിച്ചത് എങ്ങനെയാണ്? ഫോർ ക്യാഷ് ₹2,000 എന്ന് പറയുന്നത്. കടമായിട്ടൊന്നുമല്ല മേടിച്ചത്, ക്യാഷ് കൊടുത്താണ് മേടിച്ചത് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് കിട്ടി. ഏതാണ്? ക്യാഷ്. ക്യാഷ് ബിസിനസ്സിന് എന്താണ്? അസറ്റ്. അസറ്റ് ഏതാണ്? റിയൽ അക്കൗണ്ട്. റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ക്യാഷ് എന്ന അസറ്റ് വന്നോ പോയോ? ഫർണിച്ചർ മേടിച്ച വകയിൽ ക്യാഷ് എന്ന അസറ്റ് വന്നോ പോയോ? പോയി അല്ലേ? പോവുക ചെയ്ത്. അപ്പോൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷന് നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഫർണിച്ചർ എന്ന അസറ്റ് മേടിച്ചു, അപ്പോൾ അസറ്റ് വന്നു, അതിന് പകരം ക്യാഷ് കൊടുത്തു, അപ്പോൾ ക്യാഷ് എന്ന അസറ്റ് പോയി. അപ്പോൾ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക. എന്നാണ് ഡേറ്റ്? 2nd March. ഫർണിച്ചർ വന്നു, ഡെബിറ്റ് ചെയ്തു. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് എത്രയാ? ഡെബിറ്റ് ആണ്. ഡെബിറ്റിന്റെ കോളത്തിൽ 2,000. ദെൻ ക്യാഷ് കൊടുത്താണ് മേടിച്ചത്, അപ്പോൾ ക്യാഷ് പോയി ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിന് ക്രെഡിറ്റ് ആണ് 2,000. എന്തിനാണ് ഈ എൻട്രി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? നരേഷൻ എന്ത് വരും? പർച്ചേസ്ഡ് ഫർണിച്ചർ.
പോസ് ചെയ്തു. ഓക്കെ, ഫർണിച്ചർ മേടിച്ചു, ക്യാഷ് പോയി. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കി. ഓൺ 3rd March പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹4,500. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ശ്രദ്ധിക്കേണ്ട, ജേണൽ എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഗുഡ്സ് എന്നൊരു അക്കൗണ്ട് ഇല്ല. ഗുഡ്സ് എന്നൊരു അക്കൗണ്ട് ഇല്ല. കാരണം ഗുഡ്സ് എന്ന് പറയാൻ എന്താ, വാങ്ങുന്നു വിൽക്കുന്നു, വാങ്ങുന്നു വിൽക്കുന്നു അല്ലേ, വിൽക്കാൻ വേണ്ടി നമ്മൾ മേടിക്കുന്നതാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ യൂസിന് വേണ്ടി മേടിക്കുന്നതല്ല, അത് ബിസിനസ്സിലില്ല. അപ്പോൾ അത് മേടിക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ആകുന്നു, വിൽക്കുമ്പോൾ നമുക്കത് ഇൻകം ആകുന്നു. ഓക്കെ, മേടിക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ആണ്, വിൽക്കുമ്പോൾ നമുക്കത് ഇൻകം ആകുന്നു. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചിന്തിക്കും, ഗുഡ്സ് അവിടെ വന്നില്ലേ, അപ്പോൾ ഗുഡ്സിനെ ഡെബിറ്റ് ചെയ്താൽ പോരെ. ഗുഡ്സ് വന്നു, പക്ഷേ ഗുഡ്സ് എന്തിനു വേണ്ടി വന്നതാണ്, വിൽക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കതൊരു അസറ്റ് അല്ല, നമുക്കത് വിൽക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചതാണ്. അതുകൊണ്ട് ഗുഡ്സ് എന്നൊരു അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഗുഡ്സ് മേടിക്കുന്നത് ബിസിനസ്സിന് എപ്പോഴും എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസിൻ്റെ പേരെന്താണ്, പർച്ചേസസ്. നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് ടേംസിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ് പർച്ചേസസ് അല്ലേ. അപ്പോൾ പർച്ചേസസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ക്യാഷ്, അപ്പം ക്യാഷിനാണ് മേടിച്ചത്, ക്രെഡിറ്റ് അല്ല. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ നിന്ന് നമുക്ക് 2 എലമെൻറ്റ് കണ്ടുപിടിക്കണം, ഡെബിറ്റും ക്രെഡിറ്റും. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹4,500 എന്ന് പറയുമ്പോൾ ഒരു എലമെൻറ്റ് കിട്ടി, ക്യാഷ് അല്ലേ. ക്യാഷ് കൊടുത്താണ് മേടിച്ചത്. ക്യാഷ് ബിസിനസ്സിന് എന്താണ്, അസറ്റാണ്. അസറ്റ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ഗുഡ്സ് മേടിച്ചു, അന്നേരം നമുക്ക് ക്യാഷ് കയ്യിൽ നിന്ന് പോവുക ചെയ്തത്. അതുകൊണ്ട് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ഇവിടെ ക്യാഷിന് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഒരു എലമെൻറ്റ് കിട്ടി, ക്രെഡിറ്റ്. ഇനി ഡെബിറ്റ് ഏതിനായിരിക്കും, പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഗുഡ്സ് മേടിക്കുമ്പോൾ അതെന്താണ്, എക്സ്പെൻസ്. എക്സ്പെൻസ് നമുക്ക് ഏതെങ്കിലും അക്കൗണ്ടിലുണ്ടോ എന്ന് നോക്കിയാൽ, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. എക്സ്പെൻസ് എവിടെയാണ് വരുന്നത്, നോമിനൽ അക്കൗണ്ട് അല്ലേ. നോമിനൽ അക്കൗണ്ട് വരുന്നതാണ് എക്സ്പെൻസും ഇൻകവും. അപ്പോൾ നോമിനൽ അക്കൗണ്ട് റൂൾ എന്താ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് എക്സ്പെൻസിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസിൻ്റെ പേര് പർച്ചേസസ്. ഓക്കെ, ഗുഡ്സ് ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, പർച്ചേസ്ഡ് ഫർണിച്ചർ എന്തുകൊണ്ട് പർച്ചേസസ് എടുത്തില്ല. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി മേടിച്ചുകൊണ്ടിരിക്കുകയല്ല ഫർണിച്ചർ. ഫർണിച്ചർ നമ്മൾ പെർമനൻറ്റ് യൂസിന് വേണ്ടി മേടിച്ച അസറ്റാണ്, അത് ഡെയിലി ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ് അല്ല. ഓക്കെ, അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എൻട്രി എങ്ങനെ വരും, ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക, 3rd March പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ് പറയുന്നത്. ഗുഡ്സ് എന്ന് മേടിക്കുന്നത് നമ്മൾ വിൽക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് നമുക്കത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് നോമിനൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. എക്സ്പെൻസിന്റെ പേര് പർച്ചേസസ്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ, ഡെബിറ്റ് ആണ്. എമൗണ്ട് എത്രയാ, 4,500. ക്യാഷ് കൊടുത്താണ് മേടിച്ചത്. രണ്ടാമത്തെ എലമെന്റ് ക്യാഷ് ആണ്, ഞാൻ പറഞ്ഞായിരുന്നു. ക്യാഷ് പോയി അല്ലേ, ക്യാഷ് അസറ്റ് പോയി, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. നരേഷൻ എന്ത് വരും, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ബിസിനസ് തുടങ്ങിയപ്പോൾ ക്യാഷ് വന്നു അല്ലേ. അത് കഴിഞ്ഞ് ഫർണിച്ചർ മേടിച്ചപ്പോൾ ക്യാഷ് പോയി, പിന്നെ കുറച്ച് ഗുഡ്സ് മേടിച്ചപ്പോൾ ക്യാഷ് പോയി. ഓക്കെ, ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ. ഓൺ 4th March പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ ഓൺ ക്രെഡിറ്റ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ ഓൺ ക്രെഡിറ്റ്. പ്രത്യേകം ഓർത്തോണം, ആളുടെയിലും പേഴ്സൺസിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ, അത് പർച്ചേസ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് പർച്ചേസും അല്ല, ക്യാഷ് സെയിൽസും അല്ല. പേര് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ക്രെഡിറ്റ് ആണ്. കടമായിട്ടാണ് നമ്മൾ മേടിച്ചതാണെങ്കിൽ, പർച്ചേസ് ആണെങ്കിൽ കടമായിട്ട് മേടിച്ചു, വിറ്റതാണെങ്കിൽ കടമായിട്ട് വിറ്റു. അപ്പോൾ പേര് പറയുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പർച്ചേസസ് ആണ് അല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രെഡിറ്റ് എന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ക്രെഡിറ്റ് എന്ന് പറയുന്നില്ല എങ്കിൽ, ഇപ്പോൾ സപ്പോസ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം ജോണിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് മേടിച്ചു, ക്യാഷ് കൊടുത്തിട്ടില്ല. ഇവിടെ ഗുഡ്സ് ആണ് മേടിച്ചത്, അതുകൊണ്ട് ഒരു എലമെന്റ് ഇപ്പം പറഞ്ഞു നിർത്തതേ ഉള്ളൂ. ഒരു എലമെന്റ് അന്നേരം തന്നെ കിട്ടും. എന്താണ്, എക്സ്പെൻസ്. ഏത് എക്സ്പെൻസ്, പർച്ചേസസ് അല്ലേ. പർച്ചേസസ് എന്ന എക്സ്പെൻസ് അവിടെ വന്നു. എക്സ്പെൻസ് നോമിനൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടെ എക്സ്പെൻസ് ആണ് പർച്ചേസസ്, അപ്പോൾ ഡെബിറ്റ് പർച്ചേസസിന്. ഇനി ജോൺ വന്നു. ജോൺ എന്ന ഒരു പേഴ്സൺ അവിടെ വന്നു. പേര് പറയുമ്പോൾ ഓർത്തോണം ഏത് അക്കൗണ്ടാണ്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്.
പേഴ്സണൽ അക്കൗണ്ട് അവിടെ ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, തരുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ജോൺ ബിസിനസ്സിനെ സംബന്ധിച്ച് നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് മാത്രമേ ചിന്തിച്ചാൽ മതി. അപ്പോൾ ജോണിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ജോൺ ബിസിനസ്സിന് ആരാണ്? റിസീവർ ആണോ ഗിവർ ആണോ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിന് ജോൺ ആരാണ്? റിസീവർ ആണോ ഗിവർ ആണോ? ഗിവർ ആണ് അല്ലേ. നമുക്ക് ഗുഡ്സ് തന്നയാളാണ്, ഗിവർ ആണ്. അപ്പോൾ റൂൾ എന്തായിരുന്നു പേഴ്സണൽ അക്കൗണ്ടിൻ്റെ? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ഗിവർ ആണ് ജോൺ, അപ്പോൾ ജോണിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എങ്ങനെ വരും? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ ഓൺ ക്രെഡിറ്റ്. പർച്ചേസ് എന്ന എക്സ്പെൻസ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺ. ആളുടെ പേര് അവിടെ പറയുന്നുണ്ട് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ജോൺ നമുക്ക് ഗുഡ്സ് തന്നു, ഗിവർ ആണ്. അപ്പോൾ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺ. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് 4th. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ. ഗുഡ്സ് തന്നെയാണ്. അപ്പോൾ ഡെബിറ്റ് പർച്ചേസസിന് തന്നെ. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് എത്രയാ? 4,202. ക്യാഷ് കൊടുത്തല്ല മേടിച്ചത്, കടവായിട്ടാണ് മേടിച്ചത്. ആളുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ഗിവർ ആണ്, ഗിവറുടെ പേരെന്നാ? ജോൺ. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺസ് അക്കൗണ്ട്. ജോൺ ക്രെഡിറ്റ് ആണ് 4,200. നരേഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ. ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ക്യാഷ് കൊടുത്ത് മേടിച്ചപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. കടമായിട്ട് മേടിച്ചപ്പോൾ ക്യാഷ് പോയില്ല, പകരം ഒരാൾ നമുക്ക് വന്നു, അതാണ് ജോൺ. ജോൺ നമുക്ക് ക്രെഡിറ്റ് ആണ്, ജോണിന് നമ്മൾ ക്യാഷ് കൊടുക്കണം. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓൺ 5th March സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് വിറ്റു ഫോർ ക്യാഷ്. ക്യാഷ് കിട്ടി. ഫസ്റ്റ് എലമെന്റ് അന്നേരം അവിടെ കിട്ടി ക്യാഷ് അല്ലേ. സാധനം വിറ്റപ്പം നമുക്ക് ക്യാഷ് കിട്ടി. ക്യാഷ് അസറ്റ് ആണ്. അസറ്റ് റിയൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ സാധനം വിറ്റപ്പം നമുക്ക് ക്യാഷ് കിട്ടി. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നാ കിട്ടിയത്? ക്യാഷ്. ക്യാഷിന് ഡെബിറ്റ്. എങ്ങനെയാണ് ക്യാഷ് കിട്ടിയത്? വിറ്റു. ഗുഡ്സ് വിറ്റു. ഞാൻ പറഞ്ഞു ഗുഡ്സ് പോയ, ഗുഡ്സ് ഒന്നും അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഗുഡ്സ് വിറ്റാൽ അത് ഇൻകം ആണ്. ബിസിനസിൻ്റെ ഏറ്റവും വലിയ ഡയറക്റ്റ് ഇൻകം. ഇൻകത്തിൻ്റെ പേര് സെയിൽസ് അല്ലേ. സെയിൽസ്. അപ്പോൾ എക്സ്പെൻസും ഇൻകവും. ഇൻകം എക്സ്പെൻസ് നോമിനൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടെ ഇൻകം ആണ്, ഇൻകത്തിൻ്റെ പേര് സെയിൽസ്, ഇൻകത്തിന് ക്രെഡിറ്റ്. അപ്പോൾ എൻട്രി എങ്ങനെ വരും? സാധനം വിറ്റാൽ നമുക്ക് ക്യാഷ് കിട്ടി അല്ലേ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റ് എന്ന ഇൻകം, ഇൻകത്തിൻ്റെ പേര് സെയിൽസ്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ എന്നാണ് 5th March സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കിട്ടി. ക്യാഷ് വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപ കിട്ടി? 5,002. എങ്ങനെ ക്യാഷ് കിട്ടി? ഇൻകത്തിൻ്റെ പേര് സെയിൽസ്. സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് ക്രെഡിറ്റ് 5,000. നരേഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓൺ 6th March സോൾഡ് ഗുഡ്സ് ടു ജോ ഓൺ ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ടു ജോ. പേര് അവിടെ പറയുന്നുണ്ട്. പേര് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താണത്? ക്രെഡിറ്റ് സെയിൽസ് ആണ് അല്ലേ. സോൾഡ് ഗുഡ്സ് അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ ഒരു എലമെന്റ് സെയിൽസ്, ഡൗട്ടില്ലല്ലോ, സെയിൽസ് തന്നെ. സെയിൽസ് എന്താണ്? ഇൻകം. ഏത് അക്കൗണ്ടാണ്? നോമിനൽ. റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ക്രെഡിറ്റ് ഓൾ ഇൻകം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് എന്ന ഇൻകത്തിന്. ദെൻ ജോ പേഴ്സണൽ അക്കൗണ്ട് അവിടെ വന്നു. പേഴ്സണൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ജോ ബിസിനസ്സിനെ സംബന്ധിച്ച് റിസീവർ ആണോ ഗിവർ ആണോ? നമ്മൾ ജോയ്ക്ക് ഗുഡ്സ് വിറ്റു. അപ്പോൾ ജോ നമ്മുടെ ഗുഡ്സ് റിസീവ് ചെയ്തു. അപ്പോൾ റിസീവർ ആണ്. റിസീവറിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എങ്ങനെയായിരിക്കും? ജോ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഡേറ്റ് കോളത്തിൽ 6th March ജോ റിസീവ് ചെയ്തു, അതുകൊണ്ട് ജോയെ ഡെബിറ്റ് ചെയ്തു. ജോസ് അക്കൗണ്ട്
ഡെറ്റർ. എമൗണ്ട് എത്രയാണ്? എത്ര രൂപയ്ക്ക് ഗുഡ്സ് വിറ്റേ? 6000. 2 എന്തുകൊണ്ടാണ് ജോയ ഡെബിറ്റ് ചെയ്ത്? സാധനം നമ്മൾ വിറ്റു. സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ്. നരേഷൻ സോൾഡ് ഗുഡ്സ് ടു ജോബ്. ക്ലോസ് ചെയ്യും. നമ്മൾ നോക്കിയത് ക്യാഷ് ആയിരുന്നെങ്കിൽ, ക്യാഷ് സെയിൽസ് ആയിരുന്നെങ്കിൽ ജോയുടെ സ്ഥാനത്ത് ക്യാഷ് വന്നാണ് അല്ലേ? ക്യാഷ് വന്ന അസറ്റ് വന്നു. ഇവിടെ ക്യാഷിന് പകരം ജോ നമുക്ക് ക്യാഷിന് തരും. ഡെറ്റേഴ്സ് ആണ്, സൺഡ്രി ഡെറ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ് സൺഡ്രി ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ. ഓൺ 8th March പെയ്ഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്യത്തിന് കുറച്ച് ക്യാഷ് കൊടുത്തു അല്ലേ? പെയ്ഡ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ക്യാഷ് പോയി. ക്യാഷ് പോയപ്പോൾ എന്ത് സംഭവിച്ചു? ക്യാഷ് അസറ്റ് ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. അപ്പോൾ ക്യാഷ് പോയി. ക്രെഡിറ്റ് ആണ് ക്യാഷിന്. എങ്ങനെ ക്യാഷ് പോയത്? അഡ്വർടൈസ്മെന്റ് കൊടുത്തു. എക്സ്പെൻസ് ആണ് അല്ലേ? ബിസിനസ്സിനുണ്ടായ ഒരു എക്സ്പെൻസ് ആണ് അഡ്വർടൈസ്മെന്റ്. എക്സ്പെൻസ് ഏത് അക്കൗണ്ട്? നോമിനൽ അക്കൗണ്ട് റോള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ക്രെഡിറ്റ് ഓൾ ഇൻകം. അപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെന്റ് എന്ന എക്സ്പെൻസ് ആണ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ഡെബിറ്റ് ചെയ്യുക. അഡ്വർടൈസ്മെന്റ് കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എന്ന അസറ്റ് പോയി. ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എൻട്രി ഡേറ്റ് കോളത്തിൽ ഡേറ്റ് 8th March. എക്സ്പെൻസ് ഉണ്ടായി. അഡ്വർടൈസ്മെന്റ് ഡെറ്റർ. ഡെബിറ്റ് ആണ് എക്സ്പെൻസിന്. എമൗണ്ട് 2002. ഈ അഡ്വർടൈസ്മെന്റ് കൊടുത്ത വകയെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് അസറ്റ് പോയി. ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. നരേഷൻ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്. ഏതൊരു എക്സ്പെൻസ് ആണെങ്കിലും ഇത് എൻട്രി ആണ്. അപ്പോൾ സാലറി പെയ്ഡ് എന്നായിരുന്നെങ്കിൽ സാലറി ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് ഡെബിറ്റ്. അപ്പോൾ സാലറി അക്കൗണ്ട് എത്തർ ടു ക്യാഷ്. ദെൻ കമ്മീഷൻ പെയ്ഡ് ആണെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് എത്തർ ടു ക്യാഷ്. എക്സ്പെൻസ് എപ്പോഴും ഡെബിറ്റ് ആണ്. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ. ഓൺ 10th March ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്യാഷ് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ഇത് ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ചിന്തിക്കണം, ക്യാഷ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു. ഒരു എലമെന്റ് ക്യാഷ് ആണ് അല്ലേ? നമ്മുടെ കയ്യിൽ ബിസിനസ്സിലുണ്ടായിരുന്ന ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു. ഞാൻ പറഞ്ഞു ബിസിനസ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കണം. അപ്പോൾ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോയി. ക്യാഷ് പോയെന്ന് പറഞ്ഞാൽ ബാങ്കിൽ കൊണ്ടിട്ടു, പക്ഷെ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോയി. അപ്പോൾ ക്യാഷ് അസറ്റ് റിയൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി, അതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റ് ആണ്. ഇനി പോയെങ്കിലും എങ്ങോട്ടാണ് ഇട്ടത്? ബാങ്ക് അക്കൗണ്ടിൽ അല്ലേ? ബാങ്കിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ബിസിനസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ബിസിനസ്സിന് എന്താണ്? അസറ്റാണ് അല്ലേ? അസറ്റിന് ഇടുക ചെയ്തത്, അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. അതൊരു വശം. ഇനി വേറൊരു രീതിയിൽ ചിന്തിക്കാം. ബാങ്ക് ഒരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ട് ക്യാഷ് ഇട്ടു, ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് നമ്മുടെ ക്യാഷ് റിസീവ് ചെയ്തു. അങ്ങനെ ഡെബിറ്റ് ദ റിസീവർ എന്ന കൺസെപ്റ്റ് അനുസരിച്ച് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് നമുക്ക് അസറ്റ് ആയതുകൊണ്ട് ബാങ്കിലേക്ക് ഡെബിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്യാഷ് ഡിപ്പോസിറ്റ് ബാങ്ക് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് എന്ന അക്കൗണ്ട് അസറ്റിൽ എമൗണ്ട് കൂടി, അല്ലെങ്കിൽ ബാങ്ക് നമ്മുടെ ക്യാഷ് റിസീവ് ചെയ്തു. ദെൻ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി. അപ്പോൾ ഡേറ്റ് 10th March. ക്യാഷ് ഡിപ്പോസിറ്റ് ബാങ്ക്. അപ്പോൾ ബാങ്കിലാണ് ഡെബിറ്റ് വന്നിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലാണ് എമൗണ്ട് കൂടിയിരിക്കുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഡെറ്റർ. എമൗണ്ട് എത്രയാ? 3002. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. 3000. നരേഷൻ പെയ്ഡ് ഇൻ ടു ബാങ്ക്. ഇങ്ങനെ ഒരു എലമെന്റ് ക്യാഷ് എലമെന്റും ഒരു എലമെന്റ് ബാങ്ക് എമൗണ്ടും വരുന്ന ജേണൽ എൻട്രിക്ക് പറയുന്ന പേരാണ് കോൺട്രാ എൻട്രി പറയും. ബാങ്കും ക്യാഷും വരുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോൺട്രാ എൻട്രി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കി. ഓൺ 12th March ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. നമുക്ക് ക്യാഷ് തരാനുണ്ടായിരുന്ന ഒരാൾ ക്യാഷിന് വരെ നമുക്ക് ചെക്ക് തന്നു അല്ലേ? ചെക്ക് കിട്ടിയാൽ എന്ത് ചെയ്യണം? നമ്മൾ ബാങ്കിൽ പോയി പ്രസന്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് അതിൻ്റെ ക്യാഷ് കൂടും. അപ്പോൾ ചെക്ക് കിട്ടിയപ്പോൾ ക്യാഷ് അല്ല കിട്ടിയത്, ബാങ്കിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലാണ് എമൗണ്ട് കൂടുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട്, അസറ്റ് ആണ്.
അപ്പോൾ അതിൽ എമൗണ്ട് കൂടും. അസറ്റ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഒരു അക്കൗണ്ടിന് ഏത് ബാലൻസ് ആണോ അത് കൂടാൻ വേണ്ടി അത് തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ ക്യാഷ് വന്നു, ഡെബിറ്റ് ആണ്, അപ്പോൾ ഡെബിറ്റ് തന്നെ ചെയ്യണം. എന്തിനെ ഡെബിറ്റ് ചെയ്യണം? ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. ഇത് നമുക്ക് കസ്റ്റമർ ആണ് തന്നത് അല്ലേ? ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് എന്നാണ് വിചാരിക്കുക കസ്റ്റമറുടെ പേര്. അപ്പോൾ പേര് അവിടെ വന്നു, ആളുടെ പേര് വന്നു, പേഴ്സണൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ നമുക്ക് ചെക്ക് തന്നു. റിസീവർ ആണോ ഗിവർ ആണോ? ഗിവർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് ചെക്ക് തന്നു. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്. ബാങ്കിലാണ്, ചെക്കാണ് കിട്ടിയത്. അപ്പം നമുക്ക് ലിക്വിഡ് ക്യാഷ് കിട്ടിയിട്ടില്ല. അപ്പോൾ ബാങ്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൂടും. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ആൾ നമുക്ക് തന്നു, പേഴ്സണൽ അക്കൗണ്ട് റൂൾ അനുസരിച്ച് തന്നയാളെ ഗിവറെ ക്രെഡിറ്റ് ചെയ്തു. ഡേറ്റ് എന്നാണ്? 12th March. ചെക്ക് കിട്ടി. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് എത്രയാ? 2000. ടു ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ കസ്റ്റമർ എന്നേ പറയുന്നുള്ളൂ. പേര് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പേര് എഴുതുക. കസ്റ്റമർ എന്ന് എഴുതിയാൽ ഇപ്പോൾ പേരില്ലാതുകൊണ്ട് കസ്റ്റമർ എന്ന് എഴുതുക. കസ്റ്റമേഴ്സ് അക്കൗണ്ട്. നരേഷൻ ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. ക്യാഷ് വിഡ്രോൺ ഫ്രം ദി ബാങ്ക്. ക്യാഷ് വിഡ്രോൺ ഫ്രം ദി ബാങ്ക് എന്നേ പറയുന്നുള്ളൂ. നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട്, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് നമ്മൾ കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്തു. ക്യാഷ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് എന്നും എല്ലാം പറയുന്നുണ്ടായിരുന്നെങ്കിൽ, പേഴ്സണൽ യൂസ് എന്നും വല്ല ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം ഓണർ ബിസിനസ്സിൽ നിന്നും അയാളുടെ പേഴ്സണൽ യൂസിന് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫർണിച്ചർ എടുക്കുകയോ ഗുഡ്സ് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേര് ഡ്രോയിങ്സ്. ഇവിടെ ഡ്രോയിങ്സ് അല്ല, കാരണം ഇവിടെ പേഴ്സണൽ യൂസ് എന്ന ടൈം ഇല്ല. ഇവിടെ ക്യാഷ് വിഡ്രോൺ ഫ്രം ദി ബാങ്ക് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് വിഡ്രോ ചെയ്തത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ക്യാഷ് വന്നു അല്ലേ? ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് അസറ്റ് റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ വന്നു. അപ്പോൾ ക്യാഷിന് ഡെബിറ്റ് ചെയ്തു. ഇനി എവിടുന്ന ക്യാഷ് എടുത്തേ? ബാങ്കിൽ നിന്ന്. ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ എമൗണ്ട് കുറയും അല്ലേ? ബാങ്ക് അക്കൗണ്ട് അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്, കുറയാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യണം. അതൊരു എലമെന്റ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, മുമ്പത്തെ ട്രാൻസാക്ഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു, ബാങ്കിനെ ഒരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നമുക്ക് ക്യാഷ് തന്നു. പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ. ബാങ്കിൽ തന്നു, അങ്ങനെ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ എൻട്രി ക്യാഷ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് ക്യാഷ്. ദെൻ ബാങ്കാണ് നമുക്ക് തന്നത്, ക്രെഡിറ്റ് ദ ഗിവർ, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ എമൗണ്ട് കുറഞ്ഞു, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും. ഡേറ്റ് എന്നാണ്? 13th March. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് എത്രയാ? 2000. എവിടുന്നാ കിട്ടിയത്? ബാങ്ക് അല്ലേ? ബാങ്ക് അക്കൗണ്ടിൽ കുറഞ്ഞു, അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് തന്നു. ടു ബാങ്ക് അക്കൗണ്ട്. ക്രെഡിറ്റ് ആണ് 2000. നരേഷൻ വിഡ്രോൺ ഫ്രം ബാങ്ക്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൂടി, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. ആ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താൽ, ക്യാഷ് വിഡ്രോ ചെയ്താൽ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കുറഞ്ഞു. ഈ എൻട്രിക്ക് പറയുന്ന പേരാണ് കോൺട്രാ എൻട്രി. ഇവിടെ പേഴ്സണൽ യൂസ് എന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ഡ്രോയിങ്സ് ആയാണേ, ഇത് പേഴ്സണൽ യൂസ് അല്ല. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓൺ 21st March പെയ്ഡ് ടു ജോൺ. ഓൺ 21st March പെയ്ഡ് ടു ജോൺ. ജോണിന് ക്യാഷ് കൊടുത്തു അല്ലേ? ജോൺ ആരായിരുന്നു? നമ്മൾ 4-ാം തീയതി ജോണിൽ നിന്നും പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ ഓൺ ക്രെഡിറ്റ്. കടവായിട്ട് ജോണിൽ നിന്ന് സാധനം മേടിച്ചായിരുന്നു. ആ ജോണിന് നമ്മൾ 21-ാം തീയതി കുറച്ച് ക്യാഷ് കൊടുത്തു. പെയ്ഡ് ടു ജോൺ. ക്യാഷ് കൊടുത്തു, ക്യാഷ് പോയി. ഒരു എലമെന്റ് ക്യാഷാണ്. ക്യാഷ് അസറ്റ് പോയി അല്ലേ? റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ക്യാഷ് പോയി, അതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റ് ആണ്. ദെൻ പെയ്ഡ് ടു ജോൺ, ആളുടെ പേര് പറയുന്നുണ്ട്. പേഴ്സണൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ജോണിന് നമ്മൾ ക്യാഷ് കൊടുത്തു, അപ്പോൾ ക്യാഷ് റിസീവ് ചെയ്ത ആളാണ് ആര്? ജോൺ അല്ലേ? അപ്പോൾ ജോണിനെ ഡെബിറ്റ് ചെയ്യണം. എൻട്രി എങ്ങനെ വരും?
John account debtor to cash. Date 21st March. ജോണിന് നമ്മൾ ക്യാഷ് കൊടുത്തു. അപ്പോൾ ഡെബിറ്റ് ദ റിസീവർ, ജോണിനെ ഡെബിറ്റ് ചെയ്തു. ജോൺസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് എത്രയാ? 3000. ടു ജോണിന് ക്യാഷ് കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നരേഷൻ paid to ജോൺ. അപ്പോൾ ജോണിൽ നിന്ന് സാധനം മേടിച്ചപ്പോൾ എൻട്രി എങ്ങനെയായിരുന്നു? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺ എന്നായിരുന്നു അല്ലേ. ജോൺ നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളാണ്. അപ്പോൾ ജോണിന് നമുക്ക് ലൈബിലിറ്റി ആയിരുന്നു, അന്നേരം ജോണിന് ക്രെഡിറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ കൊടുക്കാനുണ്ടായിരുന്ന ജോണിന് കുറച്ച് ക്യാഷ് കൊടുത്തു. അപ്പോൾ ജോണിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ജോണിൻ്റെ അക്കൗണ്ടിലെ എമൗണ്ട് കുറഞ്ഞു. ഇനി ഓൺ 25th March റിസീവ്ഡ് ഫ്രം ജോ. റിസീവ്ഡ് ഫ്രം ജോ. അപ്പം ജോ ആരായിരുന്നു? നമ്മൾ 6-ാം തീയതി സോൾഡ് ഗുഡ്സ് ടു ജോ ഓൺ ക്രെഡിറ്റ്. ജോയ്ക്ക് സാധനം കടവായിട്ട് വിറ്റായിരുന്നു. ആ ജോ നമുക്ക് കുറച്ച് ക്യാഷ് കൊണ്ട് തന്നു എന്നാണ്. 25-ാം തീയതി ക്യാഷ് കൊണ്ട് തന്നു. റിസീവ്ഡ് ഫ്രം ജോ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ക്യാഷാണ്. ഒരു എലമെന്റ് ക്യാഷ്. ക്യാഷ് അസറ്റ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ വന്നു. ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ജോ പേര് പറയുന്നുണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ജോ നമുക്ക് ക്യാഷ് തന്നു, റിസീവ് ചെയ്യുകയല്ല ചെയ്ത്. നമ്മൾ വിറ്റപ്പം ജോ ഗുഡ്സ് റിസീവ് ചെയ്തു, അന്നേരം നമ്മൾ ജോയെ ഡെബിറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ നമുക്ക് ജോ ക്യാഷ് കൊണ്ട് തന്നു, അപ്പോൾ ജോ നമുക്ക് ഗിവറാണ്. ഗിവർ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ജോ. ഡേറ്റ് 25th. നമുക്ക് ക്യാഷ് തരാനുണ്ടായിരുന്നു കടവായിട്ട് വിറ്റപ്പം. ആ കടവായിട്ട് വിറ്റപ്പം തരാനുണ്ടായിരുന്ന ആള് ജോ. ജോ നമുക്ക് ക്യാഷ് തന്നു, ഗിവറാണ്. ക്യാഷ് വന്നു. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് എത്രയാ? 4502. ആരാ തന്നെ? ജോ. ജോസ് അക്കൗണ്ട് 4500. നരേഷൻ റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ജോയ്ക്ക് നമ്മൾ കടമായിട്ട് സാധനം വിറ്റപ്പോൾ എൻട്രി എങ്ങനെയായിരുന്നു? ജോ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ജോ അവിടെ ഡെബിറ്റ് ചെയ്തേ, അതായത് സൺട്രി ഡെറ്റർ. ഡെറ്റേഴ്സ് ആരാണ്? ഡെറ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ഓസ് മണി ടു ദി ബിസിനസ്. ബിസിനസ്സിന് ക്യാഷ് തരാനുള്ളവരാണ് ഡെറ്റേഴ്സ്. അപ്പം നമുക്ക് ക്യാഷ് തരാനുള്ളവർ നമുക്ക് അസറ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ കടമായിട്ട് സാധനം വിറ്റപ്പോൾ ജോയെ ഡെബിറ്റ് ആണ് ചെയ്തത്. ആ ജോ നമുക്കിപ്പോൾ ക്യാഷ് കൊണ്ട് തന്നു, അന്നേരം ജോയെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പം ജോയുടെ അക്കൗണ്ട് എമൗണ്ട് കുറഞ്ഞു. ഇനി ബാക്കിയുള്ള എമൗണ്ടേ കൊണ്ടേ തരുള്ളൂ. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓൺ 26th March ചെക്ക് ഇഷ്യൂഡ് ടു എ സപ്ലയർ. ചെക്ക് ഇഷ്യൂഡ് ടു എ സപ്ലയർ. സപ്ലയർ ആരായിരിക്കും? നമുക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്ത ആള്. അപ്പം നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളായിരുന്നു. ആ ക്യാഷ് കൊടുക്കാനുള്ള ആൾക്ക് നമ്മൾ എന്ത് കൊടുത്തു? ചെക്ക് കൊടുത്തു. ക്യാഷിന് പകരം ചെക്ക് കൊടുത്തു. സംഭവിക്കാം, ക്യാഷിന് പകരം ചെക്ക് കൊടുക്കാം, ക്യാഷിന് പകരം ചെക്ക് കിട്ടാം. അപ്പം നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ഒരാൾക്ക് നമ്മൾ ചെക്ക് കൊടുത്തു. അപ്പോൾ ചെക്ക് കൊടുത്ത് ഞാൻ പറഞ്ഞു, ചെക്ക് കൊടുത്ത് നമ്മുടെ ലിക്വിഡ് ക്യാഷ് പോകത്തില്ല. എവിടെ എമൗണ്ട് കുറയുന്നത്? ബാങ്ക് അക്കൗണ്ടിലാണ് എമൗണ്ട് കുറയുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. കുറയുകയാണല്ലോ, അപ്പോൾ ബാങ്കിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ദെൻ ആർക്കാ കൊടുത്തേ? സപ്ലയർക്ക് കൊടുത്തു. പേര് പറയുന്നില്ല, ഇപ്പോൾ ഒരു എക്സ് അല്ലെങ്കിൽ വൈ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സപ്ലയർ ആണ് നമ്മളെ ചെക്ക് റിസീവ് ചെയ്യുന്ന. പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ചെക്ക് റിസീവ് ചെയ്തു, അതുകൊണ്ട് സപ്ലയറെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ഡേറ്റ് 26th March. ചെക്ക് ഇഷ്യൂഡ് ടു എ സപ്ലയർ. ക്യാഷ് കൊടുക്കാനുള്ളവർക്ക് ചെക്ക് കൊടുത്തു. അപ്പോൾ സപ്ലയർ ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. സപ്ലയേഴ്സ് അക്കൗണ്ട് പേര് പറഞ്ഞാൽ പേര് എഴുതുക. ഡെറ്റർ എമൗണ്ട് എത്രയാ? 1002. ക്യാഷ് അല്ല കൊടുത്തത്, അപ്പോൾ ക്യാഷ് പോയില്ല. ബാങ്ക് ചെക്കാണ് കൊടുത്തത്, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കുറയും. സോ ടു ബാങ്ക് അക്കൗണ്ട്. നരേഷൻ ചെക്ക് issued to a customer, sorry, supplier. നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ഒരാൾക്ക് ചെക്ക് കൊടുത്തു. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ. On 30th March പെയ്ഡ് റെന്റ്.
പെയ്ഡ് റെൻറ്റ്. റെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാടക. ബിസിനസ്സിന് എക്സ്പെൻസ്. നോമിനൽ അക്കൗണ്ട് ആണ്. റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം അല്ലേ. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് ആണ്, റെൻറ്റ് ഡെബിറ്റ് ആണ്. അപ്പോൾ ഡെബിറ്റ് ആസ്പെക്ട് കിട്ടി റെൻറ്റ്. പെയ്ഡ് റെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി? ക്യാഷ് പോയി അല്ലേ. പെയ്ഡ് റെൻറ്റ് എന്നേ പറയുന്നുള്ളൂ. പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക് എന്നല്ല പറയുന്നത്. അപ്പോൾ പെയ്ഡ് റെൻറ്റ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ഒരു എലമെൻറ്റ് ക്യാഷ് ആണ്. ക്യാഷ് അസറ്റ് പോയി. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ക്യാഷ് പോയി, റെൻറ്റ് എന്ന എക്സ്പെൻസ് ഉണ്ടായി. ജേണൽ എൻട്രി റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. 30th March. Rent expense, debit all expenses. Rent account debtor amount 1002. Paid എന്നാ പറയുന്നത്, ക്യാഷ് ആണ് കൊടുത്തത്. അപ്പോൾ ക്യാഷ് പോയി. നരേഷൻ പെയ്ഡ് റെന്റ്. സപ്പോസ് ഇതിപ്പോൾ പെയ്ഡ് റെന്റ് ബൈ ചെക്ക് എന്നാന്ന് വിചാരിക്കുക. ചെക്ക് കൊടുത്തായിരുന്നെങ്കിൽ എന്ത് വന്നാനെ? ഇവിടെ ക്യാഷിന്റെ സ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് വന്നാനെ അല്ലേ. ബാങ്കിലെ എമൗണ്ട് ആണ് പറയുന്നത്. 30th March പെയ്ഡ് സാലറി. പെയ്ഡ് സാലറി. സാലറി കൊടുത്തു. സാലറി എംപ്ലോയീസിന് സാലറി കൊടുത്തു. ബിസിനസ്സിന് എന്താണ്? എക്സ്പെൻസ് അല്ലേ. അപ്പോൾ ഒരു എലമെന്റ് എക്സ്പെൻസ് ആണ്. നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടുത്തെ എക്സ്പെൻസിന്റെ പേര് സാലറി. ഇവിടെയും പെയ്ഡ് എന്നേ പറയുന്നുള്ളൂ, ബൈ ചെക്ക് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ സാലറി കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. ക്യാഷ് റിയൽ അക്കൗണ്ട് അസറ്റ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡേറ്റ് 30th March തന്നെ. എൻട്രി എങ്ങനെ വരും? സാലറിയാണ് എക്സ്പെൻസ്. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 5002. സാലറി കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. To cash account 5000 credit. Narration paid salary. സാലറി കൊടുത്തു, ക്യാഷ് പോയി. ചെക്കാ കൊടുത്തിരുന്നെങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ചെക്ക് എന്ന് വന്നേനെ. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓൺ 30th March റിസീവ്ഡ് കമ്മീഷൻ. റിസീവ്ഡ് കമ്മീഷൻ. അപ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടി. കമ്മീഷൻ കിട്ടിയപ്പോൾ എന്ത് കിട്ടി? ക്യാഷാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഒരു എലമെന്റ് ക്യാഷ്. ക്യാഷ് അസറ്റ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് വന്നു. അപ്പോൾ ഡെബിറ്റ് ക്യാഷിനാണ്. എങ്ങനെ ക്യാഷ് വന്നേ? കമ്മീഷൻ. റിസീവ്ഡ് കമ്മീഷൻ. അപ്പോൾ കമ്മീഷൻ നമുക്ക് എന്താണ്? ഇൻകം. ഇൻകം ഏത് അക്കൗണ്ട്? നോമിനൽ അക്കൗണ്ട്. എക്സ്പെൻസ് ആൻഡ് ഇൻകം അല്ലേ. അപ്പോൾ നോമിനൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇവിടെ ഇൻകം ക്രെഡിറ്റ് ആണ്. ഇൻകത്തിന്റെ പേര് കമ്മീഷൻ. കമ്മീഷൻ എന്ന ഇൻകം വഴി നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ ഡേറ്റ് 30th March തന്നെ. ക്യാഷ് കിട്ടി. ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 200. 2. എങ്ങനെ ക്യാഷ് കിട്ടിയത്? കമ്മീഷൻ എന്ന ഇൻകം. കമ്മീഷൻ അക്കൗണ്ട് ഇൻകം ആണ്. ക്രെഡിറ്റ്. നരേഷൻ received commission. Okay, last transaction നോക്കിയേ. On 31st March withdraw for domestic use ₹300. withdraw for domestic use. അപ്പോൾ അവിടെ കണ്ടോ, പേഴ്സണൽ യൂസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസ് എന്നൊരു ടേം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് ഓണർ പേഴ്സണൽ യൂസിന് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാം, അസറ്റ് യൂസ് ചെയ്യാം, ഗുഡ്സ് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അങ്ങനെ പേഴ്സണൽ യൂസിന് വേണ്ടി ഇപ്പോൾ ഒരു സ്റ്റേഷനറി കടയാണെന്ന് വിചാരിക്കുക. അവിടുന്ന് കുറച്ച് ഒരു 10 കിലോ അരി ഓണറുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സാധ്യതയുണ്ട്. അതിൻ്റെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഓണർ കൊണ്ടുവരുന്ന ക്യാഷ് ക്യാപിറ്റൽ ലൈബിലിറ്റി ആണ്. ഓണർ ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്താൽ അത് ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസിൻ്റെ പേര് ഡ്രോയിങ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ് ടൈംസിന് അത് പഠിച്ചതാണ് ഡ്രോയിങ്സ്. അപ്പോൾ ഡ്രോയിങ്സ് പേഴ്സണൽ യൂസ് എന്ന ടൈം ഉണ്ടെങ്കിൽ അത് ഡ്രോയിങ്സ് ആണ്. ക്യാഷ് ആണെങ്കിലും ഗുഡ്സ് ആണെങ്കിലും അസറ്റ് ആണെങ്കിലും അത് ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഡ്രോയിങ്സ് ബിസിനസ്സിന് എക്സ്പെൻസിന് നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ക്രെഡിറ്റ് ഓൾ ഇൻകം. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് ആണ് ഡ്രോയിങ്സ്. ഇനി എന്താ വിഡ്രോ ചെയ്തത്? ₹300 എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ക്യാഷ് ആണ് വിഡ്രോ ചെയ്തത്. ബിസിനസ്സിൽ നിന്നും ക്യാഷ് പോയി. ക്യാഷ് അസറ്റ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡേറ്റ് 31st March. പേഴ്സണൽ ഡ്രോയിങ്സ്.
എക്സ്പെൻസ് ആണ് ബിസിനസ്സിന്. ഇത് നമ്മുടെ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ചാണ് ഡ്രോയിങ്സ് എക്സ്പെൻസ് ആകുന്നത്. ഡെറ്റർ എത്രയാണ്? 300. 2 ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി. സപ്പോസ് ഇവിടെ ഒരു ഫർണിച്ചർ എടുത്തുകൊണ്ട് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 2 ഫർണിച്ചർ, ബിസിനസ്സിൽ നിന്ന് ഫർണിച്ചർ പോയി. ഇനി ഗുഡ്സ് എടുത്തുകൊണ്ട് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഗുഡ്സ് മേടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എൻട്രി? പർച്ചേസാണ്. ഗുഡ്സ് എന്ന അക്കൗണ്ട് നമുക്കില്ല, പർച്ചേസസ് ആണ് ഡെബിറ്റ് ചെയ്യുന്നത് അല്ലേ? ആ ഗുഡ്സ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവിടെ പർച്ചേസസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 300. നരേഷൻ വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. ഈ നരേഷൻ എന്തെഴുതുന്നൊന്നും ആരും വായിച്ച് നോക്കത്തില്ല. പക്ഷെ നരേഷൻ എഴുതിയിരിക്കണം. നരേഷൻ എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയും. നരേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ എൻട്രി എന്തിനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? ഈ എൻട്രി ഏത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ നരേഷൻ നോക്കി നമുക്ക് ട്രാൻസാക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നരേഷൻ എഴുതാതിരിക്കരുത്, നരേഷൻ കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രാൻസാക്ഷനിൽ നിന്നും ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനായ ഏതായിരുന്നു? ക്ലാസിഫിക്കേഷൻ, അതായത് ലെഡ്ജറിൻ്റെ പ്രിപ്പറേഷനാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾ റൂള് വീണ്ടും പഠിക്കുക. ഓരോ ട്രാൻസാക്ഷൻസും എടുത്ത് നോക്കി ഡെബിറ്റും ക്രെഡിറ്റും തന്നെത്താൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതനുസരിച്ച് വേണം നമുക്ക് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, താങ്ക് യു.